സേവ് എൻവയൺമെൻറ്റ് സേവ് നേച്ചർ അതൊരു പൊട്ടത്തരമില്ലേ. കർമ്മഫലം എന്ന് പറയുന്നൊരു മാജിക് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കലി വന്ന് ചേരും ഒരു ഭയം, ഒരു ഭയഭക്തി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം. APJ അബ്ദുൽ കലാം, നരേന്ദ്രമോദിജി, സ്റ്റീവ് ജോബ്സ്, യു നെയിം എനി ലെജൻഡ്സ്, KR നാരായണൻ സർ. കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന ഒരു കുട്ടിയെടുത്ത് ചോദിക്കണം, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? മഷ്റൂംസ്, ബ്രോക്കലി. ഇവിടുത്തെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് സമയമുണ്ട്, നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്, നമുക്ക് പബ്ബിൽ പോകാൻ സമയമുണ്ട്, നമുക്ക് ക്ലബിങ്ങിന് സമയമുണ്ട്. എന്തുകൊണ്ട് ഒരു ഡെയിലി ഒരു 30 മിനിറ്റ് ജിമ്മിൽ പോയിക്കൂടാ? കാരണം അവരെ ഫുഡ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ഹോട്ട് വാട്ടർ പദ്ധതിയില്ല. അപ്പം ഐസാണ് ഐസ്. അപ്പോൾ ഈ ഐസ് വെള്ളം വെച്ച് കുളിക്കാനോ ഈ ബേസിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടിഷ്യൂ പേപ്പറിൻ്റെ സ്ഥലമാണ്. വെളിച്ചെണ്ണയുടെ വ്യത്യാസം അറിയണമെങ്കിൽ നാടൻ വെളിച്ചെണ്ണയിലും കറി വയ്ക്കണം, ഇല്ലെങ്കിൽ നാടൻ തേങ്ങ എടുത്തിട്ട് തേങ്ങ അരച്ച് കറിയും വയ്ക്കണം, പുറത്തുനിന്ന് വരുന്ന തേങ്ങ വെച്ച് കറിയും വയ്ക്കണം. ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ട് എന്താ വില? 3000 രൂപ. ഞാൻ 2000 രൂപ തരും. പാരൻസിന് പോലും കൊടുക്കാൻ അധികാരമില്ല. ദ വേ ടു സക്സസ് ഈസ് ഫ്രം യുവർ പ്ലേറ്റ്. യു ഹാവ് എ ഡിസിപ്ലിൻഡ് പ്ലേറ്റ്, ട്രസ്റ്റ് മീ, യുവർ ലൈഫ് വിൽ ബി വെരി സക്സസ്ഫുൾ. നമ്മളെല്ലാം മിക്ക 1/3 കേരളത്തിലെ മലയാളിയും കട്ട ഫുഡിയാണ്. ഇല്ലെങ്കിൽ ഇത്രയും ബ്ലോഗേഴ്സ് ഇവിടെ സർവൈവ് ചെയ്യില്ല. ഇതും നോക്കി വണ്ടിയും വിളിച്ചു പോകുന്ന എൻ്റെ കട്ട ചങ്കുകൾ വരെ ഉണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ട്. ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഫുഡ് ടൂറിസം വന്നാലോ 12 മാസവും ചെയ്യാനുള്ള സബ്ജക്റ്റ് നമ്മളതിലുണ്ട്. എവിടെ ചെയ്യുന്നു? അപ്പോൾ വരട്ടെ. അപ്പം ഷെഫ് നളൻ്റെ ആ ഒരു ഉദ്യമത്തിൽ ഇനി ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും? ഐ എം പ്രേയിങ് അബൌട്ട്. കാരണം സീ ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കിതെല്ലാം ഒരു ടീം വർക്കാണ്. നമ്മൾ ആ ടീം വർക്ക്, ഇപ്പോൾ മിറാക്കിൾ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്, ടോക്ക് ഷോ ഉണ്ട്. അതിനകത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സുണ്ട്, അവർ കണക്റ്റഡാണ്. പലർക്ക് തടി കുറയ്ക്കണം, ചില ആൾക്കാർക്ക് തടി കൂട്ടണം, ചില ആൾക്കാർക്ക് കോംപ്ലക്ഷൻ നന്നാവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കോംപ്ലിക്കേഷൻസ് മാറും. ഇറ്റ് ക്യാൻ ഓൾ ബി ഹെൽപ്പ് വിത്ത് ഫുഡ്. നല്ല ന്യൂട്രീഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ആ ന്യൂട്രീഷനുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് സജഷൻസ് തരാം. സജഷൻസ്. ഞാനൊരു ഡോക്ടറൊന്നുമല്ല. ആൻഡ് ഡോക്ടേഴ്സിൻ്റെ ജോലിയാണ് ഒരു ഹെൽത്തിന് ഇഷ്യൂ വന്നാൽ ഫിക്സ് ചെയ്യാന്നുള്ളത്. എൻ്റെ ജോലി നല്ല ഫുഡുകൾ പറഞ്ഞു തരിക, അതെങ്ങനെ കഴിക്കണം, അല്ലേ? ഫുഡ് കഴിക്കുന്നത് തന്നെ ഒരു മാജിക്കാണ്, അല്ലേ? ഫുഡ് കഴിക്കുന്നതാണ്. ഇപ്പം ഓരോ രാജ്യങ്ങളും ഫുഡ് കഴിക്കുന്നത് അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വല്ല സ്പൂണും ഫോക്കും ഒക്കെയാണ്. കാരണം അവരെ ഫുഡ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ഹോട്ട് വാട്ടർ പദ്ധതിയില്ല. അപ്പം ഐസാണ് ഐസ്. അപ്പോൾ ഈ ഐസ് വെള്ളം വെച്ച് കുളിക്കാനോ ഈ ബേസിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടിഷ്യൂ പേപ്പറിൻ്റെ സ്ഥലമാണ്, ശരിയല്ലേ? അപ്പം കൈ പോലും ടിഷ്യൂ പേപ്പറും ഫിംഗർ ബോളിലുമാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവരതനുസരിച്ചിട്ടായിരുന്നു അവരെ ടേബിൾ അറേഞ്ച് ചെയ്തത്. അവർക്ക് കൈ കഴിവതും കൈ കഴുകാതെ, വാ നാറാതെ. നമുക്കങ്ങനല്ല, നമ്മൾ ഭയങ്കര ബ്ലെസ്ഡാണ്. അളിച്ചു വാരി ഉരുട്ടി നന്നായിട്ട് കഴിക്കാൻ ബ്ലെസ്ഡാണ്. അപ്പോൾ അത്രയും നല്ലൊരു ബ്ലെസ്സിങ് എന്തിനാണ് നമ്മൾ പിന്നെയും സ്പൂണും ഫോർക്കിൻ്റെയും പിറകെ പോകുന്നത്? അവരുടെ ഫുഡ് നമുക്ക് അങ്ങനെ കഴിച്ചേ പറ്റൂ. ഇപ്പം നൂഡിൽസ് നമുക്ക് ചോപ്പ് സ്റ്റിക്സിൽ കഴിക്കാം, കൈ കൊണ്ടെടുത്ത് തിന്നാൻ പറ്റില്ല. കാരണം അവരുടെ നാട്ടിൽ അവർക്ക് ഫെമൈൻ ഉണ്ടായിട്ടുണ്ട്, പട്ടിണി ഉണ്ടായിട്ടുണ്ട്. അവിടെ പല ഞാൻ 5 വർഷം ചൈന, പല റെസ്റ്റോറൻറ്റിലും അവിടെ ഫുഡ് വേസ്റ്റ് ചെയ്താൽ അത് ക്രൈമാണ്. അത്രയ്ക്ക് ഒരു ഫുഡിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, അത്രയ്ക്ക്. അപ്പോൾ ചൈനീസ് ഫുഡ് അവർക്ക് ലിമിറ്റഡ് പ്രോസസ്സിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾഡ് ഡയറ്റിലൊക്കെ കഴിക്കാനൊരു സംവിധാനം അവരുണ്ടാക്കി. ചോപ്സ്റ്റിക്സിനൊക്കെ സ്റ്റോറി ഉണ്ട്, അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. 2 ഫിഷർമാൻ്റെ സ്റ്റോറി ഉണ്ട് ഓരോന്നിനും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെപ്സിക്ക് ഒരു സ്റ്റോറി ഉണ്ട്, അറിയോ? ഇല്ല. പെപ്സി എന്ന് പറയുന്നൊരു ഡ്രിങ്ക് ബ്രാഡ്സ് ഡ്രിങ്ക് എന്നറിയപ്പെട്ടതെന്ന് ഒരു ഫാർമസിയിൽ കണ്ടുപിടിച്ചത്. പെപ്സിൻ എന്ന് പറയുന്നത് എന്താ അറിയോ? ഇല്ല. ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നൊരു എൻസൈമാണ് ആക്ച്വലി. അപ്പോൾ ഈ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫാർമസിയിൽ കണ്ടുപിടിച്ചൊരു ഡ്രിങ്ക് ആയിരുന്നു, ബ്രാഡ്സ് ഡ്രിങ്ക് ആയിരുന്നു. അപ്പോൾ അന്ന് വേൾഡ് വാർ എങ്ങാണ്ട് വന്നപ്പോൾ ഷുഗർ വാങ്ങിച്ചു വെച്ചു, ഭയങ്കര വില കൊടുത്തിട്ട്. അപ്പോൾ ആ വിലയ്ക്ക് ആൾക്കാർ ഡ്രിങ്ക് എടുത്തില്ല. അങ്ങനെ ബാങ്ക്രപ്റ്റഡ് ആയിട്ടാണ് ഇദ്ദേഹം മരിച്ചതെന്നാണ് ഞാനറിയുന്നത്, ദാരിദ്ര്യത്തിലും ദുരന്തത്തിലും. അങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം. അതേപോലെ തന്നെ ദാരിദ്ര്യത്തിലും ദുരന്തത്തിലും ഫെയിലായപ്പോൾ ഒരു സ്റ്റോറിയാണ് കൊക്കക്കോളയുടെ ഇൻവെൻറ്ററുടെ. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി അങ്ങനെയൊക്കെയാണ് തുടങ്ങിയേക്കുന്നത്. പിന്നെ അതൊക്കെ പരിണാമപ്പെട്ടു പോയി. അപ്പോൾ നമ്മളൊരു ഡ്രിങ്ക് കഴിക്കുമ്പോഴോ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴോ നമ്മളെ ബോഡിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം.
വേണ്ടാത്തത് നമ്മുടെ ബോഡിക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം പലരും ചോദിക്കും മന്തി കഴിക്കാവോ, ഷവർമ കഴിക്കാവോ, ബർഗർ, ഇതൊക്കെ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ കഴിക്കുന്നത് ശരീരം തന്നെ എടുത്ത് വെളിയിൽ കളയും. കാരണം ശരീരത്തിന് വേസ്റ്റ് ഇഷ്ടമല്ല. അതൊരു ഒരു മുള്ള് കൊണ്ടാലും ശരി, അത് പഴുത്ത് ശരീരം എടുത്ത് വെളിയിൽ കളയും. കറക്റ്റല്ലേ? കണ്ണിലൊരു കരട് വീണ് കണ്ണുനീര് വന്നത് വെളിയിൽ കളയും. അതൊരു ഓട്ടോ സിസ്റ്റമാണ്. ശരീരത്തിന് വേസ്റ്റാണ് ശരീരം. പക്ഷെ നമ്മൾ എപ്പോഴും കണ്ണിലിട്ട് കുത്തിക്കൊണ്ടിരുന്ന അതുപോലെയാണ് ആഹാരവും വയറ്റിലേക്ക് ചെല്ലേണ്ടത്. നമുക്ക് ഒരു ആഹാര ചൈതന്യമുണ്ട്, നമുക്കൊരു ബ്ലഡ് ലൈനുണ്ട്. ഉപ്പും ഉപ്പിലിട്ടതും രണ്ടും രണ്ട അല്ലേ? നമ്മൾ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല, ആവോ? അല്ല അല്ലേ? ഇത് പഴഞ്ചൊല്ലിൽ പതിരില്ല. നമ്മൾ എത്ര ജീൻസ് ഇട്ടാലും ടീഷർട്ട് ഇട്ടാലും നമ്മൾ സായിപ്പാവില്ല. നമ്മൾ ശ്രമിക്കുന്നത് എന്തിനാ? നമുക്കൊരു കൾച്ചറുണ്ട്, നമുക്ക് ശ്രമിക്കാം, നമുക്ക് അവരുടെ ആഹാരമൊക്കെ ടേസ്റ്റ് ചെയ്യാം, നമുക്ക് പറയാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. പക്ഷെ ഇവിടുന്ന് താഴോട്ട് ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഒരു മിത്താണ്. കറക്റ്റല്ലേ? നമ്മൾ ചൈനക്കാരൻ്റെ ഫുഡിന് ചൈനക്കാരന് ഭയങ്കര ടേസ്റ്റാണ്, നമുക്കതില്ല. നമുക്കും എ പോസിറ്റീവ് ബ്ലഡ് ആയിരിക്കാം, ബി പോസിറ്റീവ് ബ്ലഡ്, ഈ എൻസൈമും ഈ പറയുന്ന എല്ലാമാണ്, സലൈവയൊക്കെ തന്നെ. അയാൾക്ക് പ്രത്യേകിച്ച് ആസിഡിലൊന്നുമല്ല സലൈവ ഉണ്ടാക്കിയേക്കുന്നതാണോ? പിന്നെ എന്തുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നില്ല? നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പുഴുങ്ങി താറാവിൻ്റെ തലയൊക്കെ വെച്ചുകൊണ്ടുള്ള ഡിഷുണ്ട്. ഇത് അത് തന്നെ, ഇത് കാണുമ്പോൾ ഇങ്ങനെ ആവുന്നു. പക്ഷെ യു ഗോട്ട് എ ഡക്ക് ടുഡേ, നൈസ് അല്ലേ? ടർക്കിയൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ പുഴുങ്ങി കൊണ്ടുപോയി ടേബിളിൽ വയ്ക്കും. നമ്മൾ വലിയ വെച്ച് കണ്ട എന്തുവാടാ ഈ വൃത്തിയുടെ സാധനം, ഇങ്ങനെ സംസാരിക്കുന്നത്. എടുത്തുകൊണ്ട് പോയി വെട്ടിയരിഞ്ഞ് കൊണ്ടുപോകണം, മനുഷ്യന് തിന്നണ്ടേ, ഇങ്ങനെ വലിയ വെച്ച് പറയും അല്ലേ? അപ്പം പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ ഇറ്റ്സ് എ ഫുൾ ടർക്കി ബേക്ക്ഡ് ഇൻ അവൻ. സോ എല്ലാവർക്കും അവരുടെ മൈൻഡാണ്, നമ്മുടെ കൾച്ചർ കണക്റ്റഡ് ആണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ റൈറ്റ് ആൻഡ് ഐ എം റോങ് ഓർ ഐ എം റൈറ്റ് ആൻഡ് ഐ ബിലോങ് ടു മൈ കൾച്ചർ. ഐ ലവ് ടു ബി ദെയർ. I love to educate myself with a good food pattern where my body will enjoy, my guts will enjoy. അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. എൻ്റെ മൈൻഡിൽ കുക്ക് ചെയ്യുന്ന പോയ്സൺ, നോ മാറ്റർ വാട്ട്. ഇപ്പോൾ ഞാൻ ജിമ്മിനെ പറ്റി അങ്ങ് ചിന്തിക്കുകയാണ്, ജിമ്മിനെ അങ്ങനെയാണ്, ജിമ്മിനെ ഇങ്ങനെ, എൻ്റെ മൈൻഡിൽ കുക്ക് ചെയ്യുക. ഇത് ഞാൻ വിഴുങ്ങിയാൽ എനിക്കല്ലേ ഡാമേജിങ് അല്ലേ? ആ ഫുഡ് ഇങ്ങനെയാണ്, ഈ ഫുഡ് ഇങ്ങനെയാണ്. ഞാനെന്തോ ചിന്തിക്കണം, ഇവാലുവേറ്റ് ചെയ്യുക. സാലഡ്സ് കഴിക്കാം, ഡൈജഷൻ ഓക്കെ, നൈസ്, pH വാല്യൂ ഗുഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കണം. ഏതാ വണ്ടി ഉപയോഗിക്കുന്നത്? ബൈക്കുണ്ട്. ബൈക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്യണം അല്ലേ? കറക്റ്റായിട്ട് കഴുകണം. കാശ് കൊടുത്ത് വാങ്ങിച്ച ബൈക്ക് ആയതുകൊണ്ട് വൃത്തിയായിട്ട് ചെയ്യും. ഇതേപോലെ മനുഷ്യരും 6 മാസം 3 മാസം മന്ത്ലി സർവീസിങ് ചെയ്യണം. ഇന്നിപ്പോൾ പലരും അത് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സ്പാ ഉണ്ട്. ഇപ്പോൾ പലയിടത്തും ജിമ്മ് വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? പലയിടത്തും എല്ലാവരും മെമ്പർഷിപ്പ് കൊടുക്കും, വീട്ടിലിരിക്കും. എന്താ പോവാത്ത? ഒരു അരമണിക്കൂർ പോയി ഒന്ന് ട്രെഡ്മില്ലോട് ഒന്ന് ഇരിക്കുകയും എണീക്കുകയും ചെയ്യും. പാപ്പോട്ടെ എത്രയോ പയ്യന്മാർ ജിമ്മിട്ടിരിക്കുക, എന്തുമാത്രം പ്രതീക്ഷ. ഒരുപാടൊക്കെ 6 പാക്കും. ഇത് പലരും പറയുന്നത് എൻ്റെ അടുത്ത് ജിമ്മിലുള്ള ചേട്ടാ ഇങ്ങോട്ട് വരും, എനിക്കൊരു 6 പാക്ക് വേണം, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുക്കൂ. അദ്ദേഹം ഇതേന്നും പറഞ്ഞ് എത്ര മാസം ട്രെയിൻ ചെയ്ത് പ്രോപ്പർ ഡയറ്റൊക്കെ നോക്കിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട്, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് സമയമുണ്ട്, നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്, നമുക്ക് പബ്ബിൽ പോകാൻ സമയമുണ്ട്, നമുക്ക് ക്ലബിങ്ങിന് സമയമുണ്ട്. എന്തുകൊണ്ട് ഒരു ഡെയിലി ഒരു 30 മിനിറ്റ് ജിമ്മിൽ പോയിക്കൂടാ? ജിമ്മിൽ പോയി കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുക്ക്, കുറച്ച് മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യ്. കാരണം മസിൽ സ്ട്രെങ്തൻ ആകുമ്പോൾ മിക്ക ആൾക്കാർക്കും ഡയബറ്റിക് ഉണ്ടാവാതിരിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം മസിൽസ് ഈ ഷുഗറിനെ ബേൺ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം കുറച്ച് എത്രയോ ആൾക്കാർ, ഇപ്പം എനിക്ക് ജിമ്മില്ല ഞാൻ പറയാം, പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല അടിപൊളി ഈ പറഞ്ഞ കണക്ക് ഞാൻ പലയിടത്തും നോക്കാൻ നടത്തുന്നത്. ഞാൻ ഇല്ലെങ്കിൽ രാവിലെ എണീറ്റൊന്ന് ഓടാൻ പോവാം, ഒന്ന് എണീറ്റൊന്ന് ഓടാം. വേറെ ഒന്നുമല്ല, നമ്മളെ ലങ്സിലേക്ക് ഒരുപാട് ഓക്സിജൻ കയറുമ്പോൾ, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ്, നമുക്കത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഡെയിലി രാവിലെ നമ്മളൊരു ശംഖുപുഷ്പം തിളപ്പിച്ച് അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. വീടിൻ്റെ മുറ്റത്ത് ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഒരു 2 ചെമ്പരത്തിയോ ഒരു ചെമ്പരത്തിയോ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര നാരങ്ങയും പിഴിഞ്ഞ് ഒരു നുള്ളു ഉപ്പും ഇട്ട് രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കൂ. നല്ലൊരു ഡ്രിങ്കാണ് ഇത്. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. അങ്ങനെ ഭയങ്കര ഔഷധപൂർണമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ കഴിക്കാറുണ്ടോ? ഇല്ല.
ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ ഐ ടെൽ യു ദ വേ ടു സക്സസ് ഇസ് ഫ്രം യുവർ പ്ലേറ്റ്. യു ഹാവ് എ ഡിസിപ്ലിൻഡ് പ്ലേറ്റ്, ട്രസ്റ്റ് മീ, യുവർ ലൈഫ് വിൽ ബി വെരി സക്സസ്ഫുൾ. ഓക്കെ. ആൻഡ് എനി ലെഗസി, ഏതൊരു ലെജൻഡിനെ എടുത്തു നോക്കിയാണ്, ഹി വാസ് റണ്ണിങ് ഫോർ ഹിസ് പ്ലേറ്റ്. APJ Abdul Kalam, Narendra Modi ji, Steve Jobs, you name anyone, any legends. K.R. Narayanan sir. They were busy building their plate in the first stage. പട്ടിണിയിലാണ്. നല്ലൊരു പ്ലേറ്റ് വേണം, ഇച്ചിരി ആഹാരം കഴിക്കണം, നല്ല ആഹാരം കഴിക്കണം. അല്ലാണ്ട് ഈ ആഹാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മഹാഭാഷജ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ഇറ്റ് സെൽഫ്, അതൊരു മെഡിസിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സെൽസ് ഹാപ്പിയാണ്, നമ്മൾ നല്ല എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും, നമുക്ക് നല്ലതേ വരും. ഓക്കെ. അപ്പം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ കൾച്ചറിനെയും നമ്മൾ ഫുഡിലൂടെ എക്സിബിറ്റ് ചെയ്യുന്ന പോലെ അവിടുന്ന് അതുപോലെ തന്നെയാണ് ഓരോ കൺട്രി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഫുഡ് കൾച്ചറൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ പോയ നാട്ടിൽ എവിടെയാണ് കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അത് അവിടുത്തെ നാടുമായിട്ട് കുറച്ചുകൂടി കൾച്ചറലി ഭയങ്കര ഓറിയൻറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിയ രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ്. തായ് ഫുഡ് എന്ന് പറയുന്നത് ചെറിയ രാജ്യം, പക്ഷേ തായ് ഫുഡ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ചൈനയിൽ 5 വർഷം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ചൈനീസ് ഫുഡ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ആഫ്രിക്കൻ ഫുഡിനെ അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടോ? ജാപ്പനീസ് ഫുഡ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അങ്ങനെ ഇന്ത്യൻ ഫുഡ് ഒരു ബ്രാൻഡായിട്ടുണ്ടെങ്കിൽ അത് ബട്ടർ ചിക്കൻ എന്നാണ് പറയുന്നത്. ബട്ടർ ചിക്കൻ ഒരു ഇന്ത്യൻ ഫുഡല്ല. അപ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾക്ക് എന്തുകൊണ്ട് അതൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടാ? എൻ്റെ എത്ര സുഹൃത്തുക്കൾക്ക് നല്ല ജോലി കിട്ടും, എത്ര സുഹൃത്തുക്കൾക്ക് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരുത്തൻ തീരുമാനിക്കുകയാണ്, എൻ്റെ അവിടെ ഒരു 100 ഇല്ല 10 റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ ചിരട്ടകൾ മൊത്തം കളക്ട് ചെയ്യാൻ പോവാം. എല്ലാ ഹോട്ടലുകളും ചെല്ലുന്നു, പറഞ്ഞു ചേട്ടാ ഞാൻ ചാക്ക് വെച്ചേക്കാം, ആ ചിരട്ട ഒന്ന് കെട്ടി വെച്ചേക്കാം. അവിടുത്തെ ആ ജോലിക്കാരനത് കെട്ടിവെക്കും. ഇത് കളക്ട് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ OLX-ലോ ചിരട്ട ഒന്ന് ഇട്ട് നോക്കുക, ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. തൊണ്ട് വിറ്റ ഫ്രണ്ടുണ്ട് എനിക്ക്, തൊണ്ട് OLX-ലിട്ട് തൊണ്ട് വിറ്റ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പേര് ജയശ്രീ. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, തൊണ്ട് വിറ്റതാ. എൻ്റെ ചേട്ടാ ഞാൻ തൊണ്ടെല്ലാം കൂടി ഇരിക്കുന്നത്, എല്ലാം കൂടെ എടുത്ത് ഞാൻ വിറ്റ്. സോ അങ്ങനെ എത്ര ആൾക്കാർക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാം, ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതും വിട്ടിട്ട് വല്ലവരത്തൊക്കെ പോയി അടിമപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് ആകെ 15,000 കുരുവയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതിനു വേണ്ടി കിടന്നത് അവർ പിന്നെ സ്കില്ലുണ്ട്, അത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ആൾക്കാർ വെറുതെ ഡംപ് ചെയ്യുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ചില അമ്മമാർ വീട്ടിൽ കൊണ്ടുപോയി ചിരട്ടായിട്ട് കത്തിക്കുക. ഈ ചിരട്ടയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞു. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്കത് സോഴ്സ് ചെയ്യാൻ പറ്റിയാൽ, നല്ല വെളിച്ചെണ്ണ കിട്ടാനില്ല പൊതുവെ. കാരണം ഇപ്പോൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. കണ്ടിട്ടുണ്ടോ? ഏത് കൊപ്രയിൽ ചോദിച്ചിട്ടുണ്ടോ? നാടൻ കൊപ്രയാണോ അതോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണോ? ആരും ചോദിക്കത്തില്ല. ചക്കിലാട്ടി വെളിച്ചെണ്ണ, ഓക്കെ. നാടൻ കൊപ്രയിൽ ആട്ടുന്ന കടകളുണ്ട്. വെളിച്ചെണ്ണയുടെ വ്യത്യാസം അറിയണമെങ്കിൽ നാടൻ വെളിച്ചെണ്ണയിലും കറി വയ്ക്കണം, ഇല്ലെങ്കിൽ നാടൻ തേങ്ങ എടുത്തിട്ടൊരു തേങ്ങ അരച്ച കറിയും വയ്ക്കണം, പുറത്തുനിന്ന് വരുന്ന തേങ്ങ വെച്ച് കറിയും വയ്ക്കണം. വെച്ച് നോക്ക്, എന്നിട്ട് എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി. രണ്ടും 2 ടേസ്റ്റും ആയിരിക്കും, രണ്ടിനും 2 ലൈഫും ആയിരിക്കും. നമ്മളെ മണ്ണ് ഒരു 1.5 മണ്ണാണ്. അതിപ്പോൾ ഒരുപാട് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുക. അതിന് അഗേൻസ്റ്റ് ഇപ്പോൾ സേവ് നേച്ചർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നേച്ചറിന് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല. നേച്ചർ പറയുമോ, ഒരു കുലുക്കം, ഒരു നദി പൊട്ടി, തീർന്ന്. നമ്മൾ ബോർഡൊക്കെ നമ്മൾ സേവ് എൻവയൺമെൻറ്റ്, സേവ് നേച്ചർ. അതെന്നെ പൊട്ടത്തരമല്ലേ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഹൂ ആർ യു ടു സേവ് നേച്ചർ? സേവ് യുവർ സെൽഫ്, സേവ് യുവർ ഫെലോ ബീയിങ്സ് ആൻഡ് സേവ് യുവർ ഫ്യൂച്ചർ ടു കം. ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു ലുക്ക് അപ്പ് ടു. ഇന്ന് ജീവിച്ചിരിക്കുന്ന 40 വയസ്സിന് മുകളിലുള്ള സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ മാതാപിതാക്കൾ, നിങ്ങളെ വരും തലമുറയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കൂ. അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്കും കഴിയട്ടെ. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും പറയാം, എനിക്ക് മോളെ എന്തെങ്കിലും പറയാം, അല്ലേ? പക്ഷെ വരുന്ന തലമുറകൾ നിലനിൽക്കുമോ? നിങ്ങളുടെ മുത്തശ്ശിക്കും അല്ലെങ്കിൽ മുതുമുത്തശ്ശിക്കും ഒക്കെ
ഒരുപാട് സിബിലിങ്സിനെ നിങ്ങൾക്ക് തരാൻ പറ്റി. നിങ്ങൾ ഒറ്റപ്പെട്ടപ്പോൾ വിളിക്കാൻ ഒരു അനിയനോ അനിയത്തിയോ ഇല്ലാത്ത എത്രയോ അച്ഛനമ്മമാരെ എനിക്കറിയാമെന്ന്. കാരണം അവർ 2 മക്കളൊക്കെ ഉള്ള ഒരാൾ മരിച്ചു. 6 മക്കളും 4 മക്കളൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ ചേട്ടാ ചേച്ചി മോളെ ഓണം ഇന്ന് വന്ന് ഒന്നായി. നമ്മളെ കാലശേഷം ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇവർക്കൊരു വിഷമം വന്ന് ആരുടെ അടുത്ത് സംസാരിക്കും, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കണം, ഇല്ല പിന്നെ ChatGPT അടുത്ത് സംസാരിക്കുക. അല്ലാണ്ട് അപ്പോൾ നമ്മളെ ഫ്യൂച്ചറിൽ നല്ല ജനറേഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഒന്ന് മാറണം. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഇതിനെല്ലാം വേണ്ട എന്താണ്? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവണം. അതിന് നല്ലൊരു പ്ലേറ്റ് ഉണ്ടാവണം. എല്ലാം ഈ പ്ലേറ്റാണ്. അതെ, എവിടെ നമ്മൾ പ്ലേറ്റിലാണ് വന്നെത്തുന്നത് അല്ലേ? ആ നല്ല പ്ലേറ്റിൽ മക്കൾക്ക് ഇനിയിപ്പം ഞാൻ ഫ്യൂച്ചർ പറഞ്ഞുതരാം ഇത് സംഭവിക്കാൻ. AI വന്നു. താങ്കളെയൊക്കെ സ്കൂളിൽ വിട്ട സമയത്ത് ABCD, ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വാട്ട് ഹാപ്പൻഡ് ഇൻ 1947 അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ പഠിച്ചേ? ശരിയല്ലേ? A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ അല്ലേ? ശരിയല്ലേ? ഇനി വരാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് മാഡം. മോൻ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്തൊക്കെയായിരിക്കും? ഇന്ന് ഞങ്ങൾ നട്ട്മേക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ പീനട്ട്സ് ഞങ്ങളൊരു ബൗളിൽ കൊടുക്കും. ഡ്രിങ്ക് എന്താണ്? അവക്കാഡോ ജ്യൂസാണ്. ഓക്കെ നൈസ്. അവന് 12 മണിക്ക് തന്നെ മീല് കൊടുക്കണേ. അവൻ്റെ ന്യൂട്രീഷ്യൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അവൻ്റെ ബ്ലഡ് ലെവലൊക്കെ ഓക്കെ ആണല്ലോ. ഇതാണ് ഇനി ഫ്യൂച്ചർ. കാരണം പഠിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പടം വേണമെന്ന് പറഞ്ഞാലും സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാലും തരത്തില്ലേ? അടുത്തൊരു 10 വർഷത്തിൽ എന്ത് ചോദിച്ചാലും തരും. ആരോഗ്യം തരുമോ? ഇല്ല. അപ്പോൾ ഇനി അതാണ് മാറാൻ പോകുന്നത്. വെൽനസ് സ്കൂളുകൾ വരും. അപ്പം എൻ്റെ മകൾ അവളുടെ ഡാൻസറാണ്, അവൾക്ക് സ്പോർട്ടാണ്. അപ്പോൾ അവളുടെ പ്രോട്ടീൻ കണ്ടൻറ്റ് ചെയ്യാനിരിക്കണം, അവൾക്ക് ഇത്ര മിനറൽസ് കൊടുക്കണം. അതാണ് ഇനി എഡ്യൂക്കേഷൻ. ഇതൊക്കെ നോക്കിക്കോണം. ഇതാണ് ഫ്യൂച്ചർ. അത് വീട്ടിലിരുന്ന് മക്കൾക്ക് നോക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണം. മക്കളെ ഇനി പഠിപ്പിക്കാനൊന്നുമില്ല. എല്ലാം കിടക്കിടക്കിടക്കിടക്കിടക്കിട അടിച്ചു കൊടുത്താൽ കിട്ടും. പക്ഷേ നല്ല ജനറേഷൻ ഉണ്ടാവണ്ടേ? തീർച്ചയായും. അതിന് നല്ല ബ്ലഡ് വേണ്ടേ? എഫക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മക്കൾ ജനിക്കണ്ടേ? അതെല്ലാം ഫുഡിൽ നിന്നല്ലേ? അല്ലേ? പറയുമ്പം ചിലപ്പം ഭ്രാന്താന്ന് വിചാരിക്കും. ട്രൂത്ത് പലപ്പോഴും അങ്ങനെയാണ്. സ്ട്രേഞ്ചർ ദാൻ ദ ഫിക്ഷൻ എന്നാണ്. Basically, it is happening. You go to any other country, school, you go to Japan, the education is basically diet ആണ്. അവിടെ ചെന്നൊരു കുട്ടിയെടുത്ത്, ഒരു കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന ഒരു കുട്ടിയെടുത്ത് ചോദിക്കണം, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? മഷ്റൂംസ്, ബ്രോക്കലി. ഇവിടുത്തെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന ചെറുക്കൻ്റെ അടുത്ത് എന്നാണ് ചോദിക്കണം. സിംഗപ്പൂരിൽ കൊക്കക്കോള പോലത്തെ ഡ്രിങ്ക്സിൽ 15% ഓഫ് ഷുഗർ കണ്ടൻറ്റ് ഇവിടുത്തെക്കാട്ടിയും കുറവാണ്. ഗവൺമെൻറ് ഓർഡറാണ്. വൈ? ഇവിടെ കഴിച്ചാൽ നമ്മൾ ചത്തു കൊട്ടുന്നു. ഗവൺമെൻറ് ഓർഡർ. ആൻഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7-11 ഈ പറയുന്ന ഷോപ്സിൽ, ദിസ് ഫുഡ് ഈസ് നോട്ട് ഫോർ കിഡ്സ്, പണിഷബിൾ ഇഫ് ഫെഡ് അണ്ടർ സോ ആൻഡ് സോ. പാരൻസിന് പോലും കൊടുക്കാൻ അധികാരമില്ല. ബിക്കോസ് ദ ഗവൺമെൻറ് ഈസ് വെരി സീരിയസ് ഇൻ ദിയർ സിറ്റിസൺസ്, ഫ്യൂച്ചർ ജനറേഷൻ. നമുക്കും അങ്ങനെ ഉണ്ട്. നമ്മളുടെ സർക്കാർ കുട്ടികളുടെ പോഷകാഹാരം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളും കൂടെ അതിൻ്റെ ഭാഗമാവണം അല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ചീഫ് മിനിസ്റ്റർ അടുത്ത് വന്നിരുന്ന് എൻ്റെ മോനെ നോക്കാൻ? നടക്കത്തില്ലല്ലോ. പുള്ളി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്കൂളുകളിൽ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നലെ തന്നെ കൃഷിയുടെ ഒരു ഭാഗമായിരുന്നു ഞാൻ, കൃഷിയുടെ ഒരു കമ്പനിയുടെ ഭാഗമായിരുന്നു. കൃഷിയുടെ ഡ്രോൺ വരുന്നു, ഡ്രോണിൻ്റെ സീഡ് വിതയ്ക്കാനുള്ളത് വരുന്നു, എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ഫാമേഴ്സിന് ഇൻഷുറൻസ് വരുന്നു. ഭയങ്കര അഡ്വാൻസ്ഡ് അല്ലേ? ഇത് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതാരാ? നമ്മളാണ്. നമ്മൾ നെഗറ്റിവിറ്റി മാത്രമോ ഇല്ലേ, നമ്മളുടെ ഒരു അത്യാവശ്യത്തിന് ഒരു റീച്ച് കിട്ടാനോ, നമുക്ക് ആരെയും വിൽക്കാം, ആരെയും നോവിക്കാം, നമുക്ക് റീച്ച് കിട്ടണം. അയാൾക്ക് എന്തായാലും എന്തോ, അയാളെ വീട്ടിലെന്തായാലും എന്തോ, അതൊരു വിഷയമല്ല. അയാളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് തെറ്റ്. ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ പണ്ടൊരു സെയിങ് ഉണ്ടല്ലോ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരണം അല്ലേ? ഗുരുവിൻ്റെ ഒരു വചനമാണ്. അങ്ങനെ വരണം. ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നത് ആരും ചിന്തിക്കില്ല. അപ്പം നമ്മൾ ചിന്തിക്കുക സർക്കാരിൻ്റെ കാര്യം. ഇന്ന് ഈ സർക്കാർ നമുക്ക് വേണ്ടി ഒരുപാട് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളും കൂടെ നിൽക്കണം.
എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കാല് വാരാനും ചെളി വാരി എറിയാനും ഒക്കെ എളുപ്പമാണ് അല്ലേ? നമ്മളെ മുഖ്യമന്ത്രി ആവുന്നിടം വരെ നമുക്ക് എന്തും പറയാം. ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയാ. പിന്നെ എടാ പോടാന്ന് വിളിച്ച് സംസാരിക്കുക, വീട്ടുകാരെ പറഞ്ഞ് സംസാരിക്കുക, അതൊക്കെ വളരെ ഇതാണോ എഡ്യൂക്കേഷൻ? അല്ലല്ലോ. അപ്പം നമ്മുടെ ആഹാര ചൈതന്യത്തിന് വേണ്ടി, കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി സർക്കാർ കൃഷിയുടെ കാര്യത്തിന് വേണ്ടി സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ തന്നെ ഞാൻ വേണമെങ്കിൽ കോൺടാക്ട്സ് തരാം. ഞാനിപ്പോൾ എൻ്റെ 1 ഏക്കർ ഭൂമിയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷി ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അവരിപ്പോൾ ആപ്പ് കൊണ്ടുവരുന്നുണ്ട്. അവർ ആമസോൺ ഡെവലപ്മെൻറ്റ് ഭയങ്കര, ഇപ്പോഴത്തെ കൃഷിമന്ത്രി ഒരു രക്ഷയില്ല, അടിപൊളി. ഓക്കെ, ഒരുപാട് പുതിയ സാധ്യതകൾ. അതെ അതെ, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സിസ്റ്റർ ഉൾപ്പെടെ എഡ്യൂക്കേറ്റഡ് അല്ല. കാരണം മാധ്യമങ്ങളും അത് എഡ്യൂക്കേറ്റ് ചെയ്യണം, സോഷ്യൽ മീഡിയ. അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയ വഴി, എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട് വെൽ വിഷേഴ്സ്, നമുക്കത് റീച്ച് കൊടുക്കണം. കാരണം ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, വിഷമില്ലാത്ത പച്ചക്കറി എവിടെ കിട്ടുമെന്ന്. ഈ ഇവിടെ തന്നെ പലരും ഞായറാഴ്ച ചന്തയെന്ന് പറഞ്ഞ് വീട്ടിലെ പച്ചക്കറികൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോഴും ഷൂസ് വാങ്ങിക്കുമ്പോഴും ഷർട്ട് വാങ്ങിക്കുമ്പോഴും ഒക്കെ 10 രൂപ അധികം കൊടുക്കുന്നില്ലേ? അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയുമോ, ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ട് എന്താ വില? 3000 രൂപ. ഞാൻ 2000 രൂപ തരുമോ ചോദിക്കുമോ? ഇല്ല. നിങ്ങളിപ്പം അഡിഡാസിൻ്റെ ഷോറൂമിൽ ചെല്ലുന്നു, എന്താ വില? 8000 റുപ്പീസ്. ഞാനൊരു 4000 രൂപ തരുമോ ചോദിക്കുക. നിങ്ങളൊരു പച്ചക്കറി കടയിൽ ചെല്ലും, എന്താ വില? 40 രൂപ. ചേട്ടാ 20 രൂപയ്ക്ക് 2 കിലോ ഇട്. Who are you to decide? Especially on the food which a farmer has invested his sweat. അല്ലേ? ആൻഡ് ദാറ്റ് സ്വെറ്റ് ആൻഡ് ഹിസ് ഹാർഡ് വർക്ക്. അപ്പം നമുക്ക് ചാരിറ്റി അല്ല ഫുഡെന്ന് പറയുന്നത്, ആണോ? ഗ്രാറ്റിറ്റ്യൂഡാണ് ഫുഡെന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ചാരിറ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ വരിക, എനിക്ക് ചാരിറ്റി എന്ന് നടക്കാം. എന്താ പെട്ടെന്ന് റെഡിയാവാത്ത? നിങ്ങൾക്കൊന്ന് സ്പീഡാക്കിക്കൂടെ? അവിടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡാണ്. ചേട്ടാ സമയം എടുക്കും, ഓക്കെ സോറി ചേട്ടാ ഇത് ശരിയായില്ല, ഒന്ന് മാറ്റിത്തരും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ഫാമേഴ്സ് സ്വെറ്റ്. വി ഹാവ് നെവർ ഷോ ചാരിറ്റി, ഷോ ഗ്രാറ്റിറ്റ്യൂഡ്. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ യുവർ ലൈഫ്. ഇത് ട്രൂ ആണ് കേട്ടോ. നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഫുഡ് കൾച്ചർ പറഞ്ഞു. ഇപ്പം റെസ്റ്റോറൻറ്റ് ഇപ്പം നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഡിഷ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇപ്പം ചേട്ടനും റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെഫാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ ശരിക്കും അവർ പാഷനോട് കൂടിയാണോ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങേണ്ടത്, അതോ അല്ല ഇപ്പം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്, കേപ്പബിൾ ആണ്, ഇതേപോലെ ചേട്ടൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വെരി എത്തിക്കലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കൺഫോമിറ്റി അതുകൊണ്ടാണോ നമ്മൾ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഓൺട്രപ്രണർ? ജിംന നോക്കിയാൽ ഇപ്പം നിങ്ങളെ ഈ റൂമിൽ തന്നെ 1/3 ആളുടെ ഒരു ഡ്രീം ഒരു കോഫി ഷോപ്പായിരിക്കും. ഇതാണ് കേരളത്തിൻ്റെ ഒരു ട്രെൻഡ്. നിങ്ങൾ തുടങ്ങണം, പക്ഷേ നിങ്ങളൊരു ഹോം വർക്ക് ചെയ്തിട്ട് തുടങ്ങണം. നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളതിനെപ്പറ്റി പഠിക്കണം. ഇല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ കാശ് കൊടുത്ത് നിങ്ങൾ 25 ലക്ഷം രൂപയുടെ ഒരു പ്രസ്ഥാനം, ഇല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഒരു പ്രസ്ഥാനം നിങ്ങൾ തുടങ്ങാൻ പോകുന്നെങ്കിൽ ഒരു 5% കൺസൾട്ടേഷൻ ഫീ കൊടുത്ത് പഠിച്ചിട്ട് ചെയ്തൂടെ? എന്തിനാണ് നിങ്ങൾ പോയി ചാടുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും പറ്റിയിട്ടാണ്. ഇതിനകത്ത് വേസ്റ്റ് വാട്ടർ ടാങ്ക് വേണം, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം, പ്രോപ്പർ ഒരു ക്ലീനിങ് സിസ്റ്റം വേണം, അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം, എവിടെയൊക്കെയാണ് ടോയ്ലറ്റ്സ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഇതിന് ഒരു ചാർട്ടുണ്ട്. ഇപ്പോൾ ഇത്ര നമ്പർ ഓഫ് ടേബിൾസ് ആയിരിക്കും. അപ്പോൾ 10 ടേബിൾ, ഒരു ടേബിളിന് 4 ചെയർ, 4 ടേബിളിന് ഒരു ക്യാപ്റ്റൻ, ഇല്ല 8 ടേബിളിന് ഒരു ക്യാപ്റ്റൻ, 4 ടേബിളിന് ഒരു റണ്ണർ. അപ്പോൾ ഇതിനൊരു പ്ലാനുണ്ട്. എന്നിട്ട് ഈ പോയി നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ട്രെയിനിങ് എടുക്കണം, പൈസ കൊടുക്കണം, പഠിക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല, തുടങ്ങരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ വാരിക്കൂട്ടുക, നാട് മൊത്തം റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുക ഞാൻ ചെയ്യത്തില്ല. കാരണം അതൊരു ഭയങ്കര മാരേജാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഇറ്റ് അൺപ്രൊഫഷണലി. അപ്പോൾ നമ്മൾ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങൾ പോയി പഠിക്കണം. പല ഷെഫന്മാരും വരും, നിങ്ങളുടെ കൂടെ നിൽക്കും, തുടങ്ങും, അവൻ്റെ പൈസ വാങ്ങിക്കും, അവൻ പോകും. ഇയാൾ പെട്ട് എടുത്തു വെച്ച് പോയില്ലേ, ഇനി എന്ത് ചെയ്യും? എത്ര സുഹൃത്തുക്കൾ
ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, എത്ര സുഹൃത്തുക്കൾ വിഷമിക്കുന്നുണ്ടെന്ന് പറയും, എത്ര പേർക്ക് അത് തറയിലിടാൻ പറ്റാതെ കൊണ്ടു കിടക്കുന്നുണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ്? എത്ര പേര് പൂട്ടിയിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നറിയോ? പൂട്ടി എൻ്റെ പറയാം സ്വസ്ഥതയുണ്ട്. കാരണം രാത്രിക്ക് രാത്രി ആൾക്കാർ ഓടിപ്പോവുക. കാരണം ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബംഗാളീസിനെയാണ്. ഒന്ന്, കാരണം അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, കുഞ്ഞമ്മയ്ക്ക് സുഖമില്ല, ഇത് പറഞ്ഞിട്ട് ജോലിക്ക് വരത്തില്ല. രാവിലെയാണ് വിളിച്ച് പറയുന്നത്. നമുക്ക് അടുക്കള തുറക്കാൻ പറ്റുകയില്ല. നമുക്ക് ഡെയിലി സാലറി ഉണ്ട്, റെൻ്റുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, ടാക്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്കിത് തുറന്നേ പറ്റും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അന്യദേശത്തെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പേപ്പേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഹോട്ടൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഇവരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്താ, ഇവൻ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോ ഒബ്ജക്ഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നാലേ അവൻ അടുത്തടുത്ത് ജോലി കൊടുക്കാവും. ഇത് എൻ്റെ അടുത്ത് 4 പേര് വന്നെന്ന് അടുത്ത ഹോട്ടലുകാരെ അറിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വലിക്കും. അവ അറിയുന്നില്ല, അവൻ അവിടുന്ന് ഓടുവന്നു. നമ്മൾ രാവിലെ എണീറ്റ് നോക്കാൻ നേരത്ത് നമ്മളെ കിടക്കയില്ല, മെത്തയില്ല, അവൻ മുങ്ങി. നമുക്ക് കോൾ വരും, ഷെഫേ 4 മുങ്ങി, എന്തോ ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം എനിക്ക് 4 കിട്ടേണ്ടത് കൊണ്ട് ഞാനങ്ങ് കണ്ണടയ്ക്കും. എനിക്കും ഈ പണി കിട്ടും. പൊട്ടനെ ചെട്ടി പറ്റിച്ചാൽ ചെട്ടിയെ ദൈവം പറ്റിക്കുമെന്നാണ്. സ്വാഭാവികമായും ഇതിനെന്താ സൊല്യൂഷൻ എന്ന് ചിന്തിക്കുന്നില്ല. എന്താണ് സൊല്യൂഷൻ? ഈ പറയുന്നവന്മാർ വന്നാൽ അവർ പോലീസ് സ്റ്റേഷനിലെ നോ ഒബ്ജക്ഷൻ ലെറ്ററുമായിട്ട് വരണം, NOC പോലെ. അപ്പോൾ എന്താ, ഇവനെ ഓരോ പോലീസുകാരും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൽ പേര് കയറും. അപ്പോൾ ഇവൻ നേരത്തെ എവിടെ നിന്ന് ഓടിപ്പോയാനാണോ? അപ്പോൾ അവൻ ആ പേപ്പറുമായിട്ട് NOC ആയിട്ട് വന്നാലേ ജോലി കൊടുക്കാവും. അപ്പോൾ ഇവിടുത്തെ നാട്ടിലെ എല്ലാ ഹോട്ടലും വൃത്തിയായിട്ട് നടക്കും. അത് ചെയ്യുന്നില്ല. അപ്പോൾ സഫർ ചെയ്യാണ്, ഓരോ സുഹൃത്തുക്കളും സഫർ ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങളതിൻ്റെ കറക്റ്റ് ഹോംവർക്ക് ചെയ്യുക, പോയി അതിനെപ്പറ്റി പഠിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുക. ഇപ്പം എൻ്റെ അടുത്ത് പലരും പഠിക്കാൻ വിളിക്കുമ്പം ഞാൻ എന്ത് പഠിപ്പിക്കാനാ? പണിയെടുക്കണം, പണിയെടുത്ത് പഠിക്കണം. ഞാനിപ്പോൾ MBA താങ്കളെ പഠിപ്പിക്കുന്നു, താങ്കളെ ഞാനൊരു തൊഴിൽ പഠിപ്പിക്കുന്നു. ഏതായിരിക്കും ഹെൽപ്ഫുൾ? ആ തൊഴിൽ പഠിച്ചാൽ താങ്കൾക്ക് അടുത്ത ദിവസം പോയി വേറൊരു സ്ഥലത്ത് പെർഫോം ചെയ്യാം. MBA പഠിക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു, പിന്നെ പണിയെടുക്കണ്ടേ? പഠിച്ചിട്ടാണെങ്കിലും വരൂ, പഠിച്ചില്ലെങ്കിലും വരൂ. എൻ്റെ അറിവിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഷെഫന്മാർ ഇന്ന് അടിസ്ഥാനപരമായി പറഞ്ഞാൽ, ഇൻക്ലൂഡിങ് നമുക്ക് പത്മഭൂഷൺ കിട്ടിയ ഷെഫ് ഉൾപ്പെടെ ഇന്ത്യയുടെ, ഇവരാരും സ്കൂളിൽ പോയിട്ടോ ഇല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടോ, അവരൊക്കെ എക്സ്പീരിയൻസിലൂടെ പഠിച്ചവരാണ്. ഞാൻ പറയുന്നത് ധാർമ്മികതയൊരു കാര്യമാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഷെഫ് താടി വയ്ക്കുമെന്ന്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള എടുത്ത് ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ ഇൻ്റർനാഷണലി നോക്കൂ, നിങ്ങൾ ചുമ്മാ മാഡ് ഷെഫ് ഓഫ് ഇന്ത്യ എന്ന് അടിച്ചു നോക്കൂ. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണ് താടി. ദ മോർ കോൺഫിഡൻറ്റ് യു ബിക്കം, അല്ലേ? നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പം ആദ്യത്തെ ഒരു 15 ഓവറിൽ ഹെൽമെറ്റ് വയ്ക്കും, പിന്നെ സച്ചിൻ ഹെൽമെറ്റ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടൊരു ഇറക്കമുണ്ട്, അല്ലേ? കാരണം എന്താ? കോൺഫിഡൻസ്. ആ വരുന്ന പന്ത് ഞാൻ അടിച്ചിരിക്കും. അപ്പം ദ മോർ ദ ഷെഫ് ബിക്കം കോൺഫിഡൻറ്റ്, ഹീ വിൽ ഷോ കേസ്. അത് പഠിക്കാനും അത് പഠിച്ചവർക്കും അറിയാം. ഇവിടുത്തെ 4 ഷെഫുമാരെയും കണ്ട് ഇവിടുത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മനസ്സിലാക്കി ഈ ഒന്നും അറിഞ്ഞുകൂടാതെ ഈ പൊട്ടക്കിണറ്റിയിരിക്കുന്ന ഈ ഷവർമയുടെ കഥ പറഞ്ഞ കണക്കാണ്. ലബനീസ് ഷവർമ എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഷവർമയാണ്. അത് ദുബായിൽ പോയി അബുദാബി പോയി കഴിച്ചവർക്ക് അറിയാം. കേരളത്തിൽ ഈ കിട്ടുന്നതിനെ ഷവർമ എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് എനിക്ക് താല്പര്യം, അത് എൻ്റെ അതെ, അങ്ങനെയും പറയാൻ പറ്റത്തില്ല. എനിക്ക് താല്പര്യമില്ല. അപ്പം കഴിച്ചവർക്കറിയാം. ഇപ്പം UAE-യിലുള്ളവർക്കോ അല്ലെങ്കിൽ സൗദിയിലുള്ളവർക്കോ ചോദിച്ചാൽ മതി, ഇത് ഷവർമയാണോ? അപ്പം പിന്നെ നിലനിൽപ്പിന് വേണ്ടി പലരും ചെയ്യുന്നു. വലിച്ചു ഇത് ഓഫർ കണ്ടിട്ട് ഒരു ഫുൾ ചിക്കൻ 400 രൂപയ്ക്ക് തിന്നാം എന്നും പറഞ്ഞ് അട്രാക്റ്റഡ് ആവുന്നു. അപ്പം ഞാനെപ്പോഴും പറയുന്ന കണക്ക്, ഹണിയുടെ അടുത്ത് ഹണി ബി അട്രാക്റ്റഡ് ആവും, വേസ്റ്റിൻ്റെ അടുത്ത് പിഗ് അട്രാക്റ്റഡ് ആവും. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. പലരും ചിരന്തി വലയും കെട്ടി കാത്തിരിക്കും, ചെന്ന് പെടുന്നത് ഞാനല്ലല്ലോ. പെട്ടാൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പോൾ പലതും കഴിച്ച് അസുഖങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അടുത്തും ഇതൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മളാരും ദൈവമൊന്നുമല്ല, പക്ഷെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആ പ്ലേറ്റ് ഒന്ന് വാച്ച് ചെയ്താൽ നന്നായിരിക്കും.
ഇപ്പം നമ്മുടെ എല്ലാ പ്രൊഫഷനിലും ഓഫ് കോഴ്സ് വർക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം കിച്ചണിലെ വർക്ക് സ്ട്രെസ് ഇപ്പം ഏത് രീതിയിലാണ്, ഇങ്ങനെയാണ് ഇപ്പം അവിടെയും ഒരുപാട് ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു വർക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ ലൈഫും? ഒരു ക്ലിനിക്കും ഒരു റെസ്റ്റോറൻറ്റും തമ്മിൽ എന്താ വ്യത്യാസം പറയാം? വ്യത്യാസം ഒരു ഹോസ്പിറ്റലും ഒരു നല്ല റെസ്റ്റോറൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേരും കീറി മുറിക്കണം. രണ്ടുപേർക്കും മോറോറെ സെയിം റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. ഷെഫ് നൈഫ് എടുക്കുന്നതും ഡോക്ടർ നൈഫ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡോക്ടർ നൈഫ് എടുക്കുന്നത് ടു സേവ് യുവർ ലൈഫാണ്. ഷെഫ് നൈഫ് എടുക്കുന്നത് എന്തിനാ അറിയോ? ടു ഫീഡ്, ടു ഗിവ് ലൈഫാണ്. ഓക്കെ. യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? സോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലേറ്റിൽ നിന്നും ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ആ റിസൾട്ടിനുള്ള സ്ട്രെസ്സും ടെൻഷനും ബാക്ക്ഡ്രോപ്പിൽ ഒരു 10 പേര് വീട്ടിൽ കാണാൻ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ജിംനയുടെ കിളി പറന്നു പോകും, ഓക്കെ. ഇല്ല അമ്മ ടെൻഷനാവും. അപ്പം ആവറേജ് ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന ആ കിച്ചണിലുള്ളവരെ എപ്പോഴെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ടാൽ പോകുമ്പം ഒന്ന് വിളിച്ച് മോനെ പൊളിയായിരുന്നടാ, ഓക്കെ. മോളെ കിടിലുമായിരുന്നു. നിങ്ങളെന്തായാലും കൊള്ളത്തില്ലെങ്കിൽ നാട് മൊത്തം മൈക്ക് സെറ്റും എടുത്ത് സൈക്കിളും എടുത്ത് ഇറങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും കൊള്ളാമെങ്കിലും നിങ്ങൾ അത് തന്നെ ചെയ്യണ്ടേ? ആ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ? അത് ചെയ്യുന്നുണ്ടോ? ഒരു 10 ഹോട്ടലിൽ നിങ്ങൾ കയറിയിട്ടുണ്ട്. നിങ്ങൾ കൊള്ളാം എന്ന് പറയുന്ന ഹോട്ടൽ 10 എണ്ണത്തിന് നിങ്ങൾ റിവ്യൂ കൊടുത്തോ? കൊടുത്തിട്ടുണ്ടോ? ചോദിക്കുക. നമ്മളിൽ തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെ ബന്ധുക്കൾ വരുന്നു എന്ന് പറയുമ്പോൾ ടെൻഷനായി. അപ്പോൾ ഒരു ആവറേജ് 10, 100, 200 പേർക്ക് വെച്ച് വിളമ്പുന്ന ഒരു ഹോട്ടൽ ഉടമസ്ഥനുണ്ടെങ്കിൽ, ഒരു പാചകക്കാരനുണ്ടെങ്കിൽ നമ്മളൊരു ധാർമ്മികതയില്ലേ? മച്ചാനെ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, കൊള്ളത്തില്ല, എന്ത് വിഷമമായിരിക്കും. ചിലപ്പോൾ അവൻ അന്ന് ചെയ്ത മീൻകറിക്ക് ശലം എരിവായി കാണും, അന്ന് ചെയ്ത്. നിങ്ങളാരും സ്ഥിരം കഴിക്കുന്നില്ലല്ലോ. അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വായിക്ക് വയ്ക്കാൻ കൊള്ളത്തില്ല, ഇതിനെയാണോ മീൻകറി എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും ഞാനാണ് പച്ചക്കറി ഇച്ചിരി എരിവ് കൂടുതൽ, നെക്സ്റ്റ് ടൈം ഞാൻ വരും, പൊളിയായിരിക്കണം, അടിപൊളിയാണ്. ശരിയേട്ടാ, ഇങ്ങനൊരു അപ്രിസിയേഷൻ ചെയ്യാൻ വാട്ട് ഈസ് സ്റ്റോപ്പിങ് യു? നാളെയും ആ റെസ്റ്റോറൻ്റ് അവിടെ ഉണ്ട്. ജിംന കഷ്ടപ്പെട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഒന്ന് വിളിച്ചിട്ട് എത്ര മണിക്ക് അടയ്ക്കുന്ന? 3 മണിക്ക്. ഞാൻ 3:30 ആവും. ചേച്ചി വെയിറ്റ് ചെയ്യാം അല്ലേ? ആ ഒരു ബന്ധം ഉണ്ടാക്കിക്കൂടെ? ചിന്തിച്ചിട്ടുണ്ടോ? അറിവല്ലല്ലോ വലുത്, തിരിച്ചറിവല്ലേ. ഓക്കെ. ചേട്ടാ, ഇപ്പം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പോൾ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഈ ഒരു സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ കാലഘട്ടം മാറുമ്പോഴും സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഷെഫ് ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലായിരിക്കും ഇനിയിപ്പോൾ അവർ പഠിക്കേണ്ടത് എന്ന് തോന്നുന്നു? ബേസിക്കലി നിങ്ങൾ പോയി എഡ്യൂക്കേറ്റഡ് ആവുക, ഡിഗ്രി ഇല്ല, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, എന്നിട്ട് നിങ്ങൾ പഠിക്കും, ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിക്കും. നിങ്ങൾക്ക് ബേക്കിംഗ് ആണോ, നിങ്ങൾക്ക് ബുച്ചറി ആണോ, ഇപ്പം ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ഏതാണെന്ന് കണ്ടെത്തുക, അതിലേക്ക് നിങ്ങൾ തൊഴിൽ കണ്ടെത്തുക, അവിടെ പോയി പട്ടിപ്പണി ചെയ്യുക, പണിയെടുക്കണം. ദ മോർ യു വർക്ക് ഹാർഡ്, ദ മോർ ബെറ്റർ യു ബിക്കം. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ലക്കി ആയതുകൊണ്ടല്ലേ, ലക്കല്ലേ പ്രധാനം? ഞാൻ പറഞ്ഞു ഹാർഡ് വർക്കും ഉണ്ട്, ലക്കും ഉണ്ട്. അപ്പോൾ പറഞ്ഞ് എന്നാലും ലക്ക് വേണമല്ലോ, എത്രയോ ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ തലയുടെ മുകളിലൂടെ എപ്പോഴും ദേവത, ഭാഗ്യദേവത പറന്നു പോകും. കറക്റ്റ് സമയത്തിന് ചാടി പിടിച്ചാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ആ മിടുക്കൻ ചോദിച്ചു, കറക്റ്റാണ്, പക്ഷേ ആ ഭാഗ്യദേവത തലയുടെ മുകളിൽ പറന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാനും അറിയാനും ഒരു ഭാഗ്യം വേണ്ടേന്ന്. അടിപൊളി ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞു 365 ദിവസം 24 മണിക്കൂറും ഞാൻ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിസ് ചെയ്യോ? ഇല്ല. സോ ഇതാണ് എല്ലാ ഷെഫുമാരും ചെയ്യേണ്ടത്. ആൻഡ് യുവർ ഡേ വിൽ കം. ജസ്റ്റ് ഗെറ്റ് ഹോൾഡ് ഓഫ് യുവർ ഗാർഡിയൻ ഏഞ്ചൽ. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ്
അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ട് നമുക്കൊരു ഫീലിങ്ങോട് കൂടി എന്ന് ഓർക്കാൻ പറ്റുന്നൊരു ഫുഡ് എന്താ? ആക്ച്വലി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ഒരു 10 രൂപ തരും. അന്ന് 10 രൂപ പുറത്ത് പോയി കഴിയാൻ. പക്ഷെ അന്ന് എൻ്റെ കോളേജിൽ ഊണ് കൊണ്ടുവരുന്ന ധിനിൽ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. ദിനിലിൻ്റെ അമ്മ അവർക്ക് പാടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധാരണ കുത്തരി ചോറിനെക്കാട്ടി കുറച്ചും കൂടെ ചുമല കളറാണ് അതിന്, ഇച്ചിരി തവിട് കൂടിയത്. ഇത് ഉച്ചയ്ക്ക് കറക്റ്റ് 1 മണിക്ക് രാവിലെ കെട്ടിക്കൊണ്ടുവരുന്നതാണ്. ഇതങ്ങോട്ട് തുറക്കും. ആ ചോറിൽ കൈ ചെന്ന് വീഴുമ്പം ചൂടുണ്ടാവും. ഈ പൊതിച്ചോറാണ് ഇന്നും എന്നും എനിക്ക് ഓർമ്മയിലുള്ളത്. ഈ പൊതിച്ചോറ് തുറക്കുമ്പം ഒരു വെളിച്ചെണ്ണയുടെ വാസന അടിക്കും. പിന്നെ വരുന്നത് അതിലിരിക്കുന്ന കടുമാങ്ങയുടെ വാസനയാണ്. പിന്നെ ആ മീൻ പൊരിച്ചതിനും ആ മുട്ട പൊരിച്ചതിനും വേറൊരു വാസനയാണ് അല്ലേ. ആ ചോറും ആ ചമ്മന്തിയും കൂടെ കുഴയ്ക്കുമ്പോൾ ഒരു ഫീലുണ്ട്. ഇത് കഴിച്ചവർക്കറിയാം. അതും കോളേജിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ഉച്ചയ്ക്ക് തുറന്ന് കഴിച്ചവന് കുറച്ച് കൂടുതലറിയാം. അതിനെ വെല്ലാനായിട്ടുള്ളൊരു ഫുഡിനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമില്ല. ചേട്ടാ, ഇപ്പം നമ്മൾ ശരിക്കും ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ലോകത്താണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ലോകത്തിൻ്റെ ട്രെൻഡ്സും അതുപോലെ തന്നെ ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ശരിക്കും ഇന്ന് ഫുഡ് ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ മാറിയ ജീവിതവും അതുപോലെ തന്നെ മാറിയ ഫുഡ് കൾച്ചറും ഒപ്പം തന്നെ ഇപ്പം ഈ ട്രെൻഡ് സെറ്റേഴ്സായിട്ട് വരുന്ന റീൽസും തമ്മിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ബേസിക്കലി ഒരാളുടെ ഹാപ്പിനെസ്. ഇപ്പോൾ എൻ്റെ കഞ്ഞി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകുന്നു. നിങ്ങളുടെ ഹാപ്പിനെസ്സിലാണ് ഞാൻ 10 രൂപ ഉണ്ടാക്കുന്നത്, ഓക്കെ. നിങ്ങളുടെ സിക്നെസ്സിലല്ല. ഒരാളുടെ വേദനയിലോ ഒരാളുടെ വിഷമത്തിലോ അത് നിങ്ങളെങ്ങനെ തൂക്കി വിറ്റാലും അത് ഈ പണ്ട് രാമായണത്തിൽ ഉണ്ടായതിനു മുമ്പ് വാൽമീകിയുടെ ഒരു കഥയുണ്ടായിരുന്നു. വാൽമീകി രാമൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മോഷ്ടിക്കുന്നതല്ലേ ഉള്ളു, കഴിക്കുന്ന എൻ്റെ വീട്ടുകാരാണെന്ന്. കർമ്മഫലം എന്ന് പറയുന്നൊരു മാജിക് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കലി വന്ന് ചേരുന്നൊരു ഒരു ഭയഭക്തി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം. കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിലും നമുക്കിപ്പോൾ ഒരു മാറ്റർ കണ്ടു കഴിഞ്ഞാൽ കാള പറ്റൂ എന്ന് പറഞ്ഞ് കയറെടുക്കുന്ന ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയ. എന്ത് തന്നെയാണെങ്കിലും അതിൽ മാറി ചിന്തിച്ചാൽ നന്നായിരിക്കും. അത് കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞ കണക്ക് കണക്ട് ചെയ്യുന്ന ഫുഡിലേക്കാണ്. വിഷരഹിത ആഹാരം കഴിച്ചാൽ വിഷരഹിത ചിന്താഗതികളുണ്ടാവും. വിഷം കൊടുക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ വിഷം ചേർത്തിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന മക്കളിൽ നിന്നും വിഷരഹിത ചിന്താഗതികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ. അപ്പോൾ പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് വളർത്തുന്നതല്ല പാരൻറ്റിങ്. ആ കുട്ടികളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് അവരെ ഫുഡ് പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ അവർ ചിന്തിക്കുന്നത് തന്നെ മാറും. ഇപ്പോൾ ഒരു ബസ്സുകാരൻ ഓവർടേക്ക് ചെയ്തു, സ്വാഭാവികമായിട്ട് ഗ്ലാസ് കാത്ത് നമ്മൾ ഗ്ലാസ് ചീത്ത വിളിച്ചു. ബസ്സുകാരൻ നമ്മൾ ചീത്ത വിളിച്ചു, കായും പായും എല്ലാം ചേർത്താണ് വിളിച്ചത്. സ്പോട്ടിൽ ഒരു ശരാശരി മലയാളി എന്ന രീതിയിൽ നമ്മളും തിരിച്ചു വിളിക്കും. പിന്നെ അയാളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ആ ബസ്സുകാരനെ പറ്റി ഒന്ന് ചിന്തിച്ചു പോകാം. ഞാൻ രാവിലെ കയറി വണ്ടിയിരിക്കും, ഈ ചൂട് കാലാവസ്ഥ AC പോലും ആയിരിക്കും. ഈ വഴികളിലും ഈ നാരോ റോഡിലും എല്ലാം അയാൾ ഇപ്പോൾ സമയത്തിന് എത്തിക്കണം, രണ്ടറ്റം മുട്ടിക്കാനും. അവൻ്റെ ഫ്രസ്ട്രേഷൻ കാണും. അവനത് വിളിച്ചു, സോറി ചേട്ടാ എൻ്റെ മിസ്റ്റേക്ക്, ചേട്ടാ എന്ത് പറ്റി, ശരി, അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ ഭയങ്കര മാജിക് സംഭവിക്കും ലൈഫിൽ. നീ പോടാ അങ്ങോട്ടും ഇങ്ങോട്ടും വാ. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലരും നമ്മൾ അബ്യൂസ് ചെയ്യും, പലരും നമ്മളെ ഹേറ്റേഴ്സ് ഉണ്ടാവും. എപ്പോഴും മനസ്സിലാക്കേണ്ടത് യുവർ ഫ്രണ്ട്സ് വിൽ ഹെൽപ്പ് യു ടു സക്സീഡ്, ബട്ട് യുവർ എനിമീസ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ. രണ്ടും നല്ലതാണ്. സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈഫ് അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. സോ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു ഫുഡ് ഈസ് ലവ് ആൻഡ് ഫുഡ് ഈസ് മാജിക്കൽ. അപ്പോൾ ഈ ഒരു ലവ് എല്ലാവർക്കും തുടർന്ന് അങ്ങോട്ടും കൊടുക്കാൻ സാധിക്കട്ടെ. തീർച്ചയായും എല്ലാവരും വീട്ടിൽ എഴുതി വെച്ചിരിക്കുക, ഡൈൻ ലൈക്ക് എ കിങ്. രാവിലെ എണീറ്റ് എന്തൊക്കെ കഴിക്കണം, ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കുക, അവരെ ഹെൽത്ത് സൂക്ഷിക്കുക. പ്രത്യേകിച്ചും അച്ഛനും അമ്മയും വളരെ കുറച്ച് കാലം മാത്രം നമുക്ക് കാണാൻ കിട്ടുന്നതാണ്. അവരെയും ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ വേദനകളും യാതനകളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞെന്ന് വരില്ല. അവരെയും ഫുഡ് പ്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സങ്കടങ്ങളായിരിക്കും. അപ്പോൾ ഹെൽത്ത് ബേസ് ചെയ്ത് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല ലൈഫ് സ്പാൻ കിട്ടും. അതാണ് സെലിബ്രേഷൻ.
ദാറ്റ്സ് ഇറ്റ്. സോ ഒരു ഫൈനൽ നോട്ട്, ഒരു എൻഡ് നോട്ട്. ഓക്കെ. ഓക്കെ ഏട്ടാ. നമ്മളെ ഈ പ്രോഗ്രാംസ് ഇപ്പം എത്ര നാളായി ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ? ഞാൻ 6 years ആയി. 6 years ആയി. നൈസ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ബിസിനസ് ഇൻഡസ്ട്രിയിലായാലും പേഴ്സണൽ ഇൻഡസ്ട്രിയിലായാലും ഒരു ഡയറി പോലെ എഴുതി വെക്കേണ്ട 3-4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാണ് ഇഫ് ദ നേച്ചർ ഡിഡൻറ്റ് മേക്ക് ഇറ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് എന്നുള്ളതാണ്. ഐ എം എ ക്വീൻ ബിക്കോസ് ഐ എം ബോൺ ഫോർ എ ക്വീൻ ആൻഡ് ബിട്രയൽ നെവർ കംസ് ഫ്രം ദി എനിമി. ഓക്കെ. ബിട്രയൽ നെവർ കംസ് ഫ്രം ദ എനിമി. enemy. ചതി ഒരിക്കലും ശത്രുക്കളിൽ നിന്ന് വരില്ല. It is always within. So you have to be always careful. And I wish you all the best. Good luck. And this channel is going to rock. Wow. Thank you so much, Eda. Thank you. Thank you so much. Thank you. Thank you.